ഈ അടുത്ത കാലത്ത് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. പേഷ്യൻ്റ് വന്ന സമയത്ത് അവരും അവരുടെ ഹസ്ബൻഡിൻ്റെ മദറും കൂടിയാണ് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ അവരുടെ ഹസ്ബൻഡിൻ്റെ മദർ പറയുകയാണ്, ഡോക്ടർ ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ എന്താണെന്ന് അറിയില്ല, എൻ്റെ മകൻ ഇതുവരെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടില്ല. അപ്പം എന്താണ് കാരണം എന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ മകൻ്റെ കുടുംബത്തിലൊക്കെ ക്ലിയറാണ്. ഇവളുടെ കുടുംബത്തിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു നോർമൽ അല്ലാത്തൊരു ടോക്ക് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് കൺസൾട്ടിങ് എടുത്തു. അപ്പം നോക്കുമ്പോൾ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഫെർട്ടിലിറ്റി വന്ധ്യത എന്നുള്ള കേസാണ്. പക്ഷെ അതൊരു 3 വർഷമായി എങ്കിലും കല്യാണം കഴിച്ചിട്ടെങ്കിലും അവർ ഒരുമിച്ചിട്ടുള്ള സമയം ഒരു 4 മാസം അല്ല 5 മാസത്തിൽ താഴെ മാത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല, നമുക്ക് നല്ല മെഡിസിൻ ഉണ്ട്, നമുക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് പുറത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകളോട് മാത്രം ഭാര്യയോട്, അതായത് മകൻ്റെ ഭാര്യയോട് മാത്രം സംസാരിച്ചു. ആ സംസാരിച്ച സമയത്താണ് അവൾ കൃത്യമായിട്ട് കാരണങ്ങൾ പറഞ്ഞത്. ഡോക്ടർ, ഞങ്ങളിപ്പോൾ ആദ്യം കല്യാണം കഴിച്ച സമയത്ത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 1 വർഷത്തോളം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു, കുട്ടികൾ വേണ്ടാന്നുള്ള പ്ലാൻ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ മാസം വേറെ ഹസ്ബൻഡിന് ലീവ് കുറവായിരുന്നു. ആകെ 1 മാസം നാട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ 2ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 4 വർഷമാണ്. അപ്പം അതിന് ശേഷം ആകെ ഈ പറഞ്ഞ 1 മാസം 2 മാസം മാത്രമേ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് കൗൺസിൽ ചെയ്തു. അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ല, അവരുടെ പീരീഡ്സൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്പേം അനലൈസിങ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ചെറുതായിട്ടുള്ളൊരു കൗണ്ട് കുറവ്, അത് വലിയൊരു മേജർ കംപ്ലൈൻ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ ബോഡി ഹീറ്റ് ആയിരുന്നു ഹസ്ബൻഡിന്. അപ്പോൾ അവരോട് പറഞ്ഞു ചെറുതായിട്ട് ഇപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഗൾഫിൽ തന്നെയല്ലേ, അപ്പം വരുന്നതിൻ്റെ 2-3 മാസം മുമ്പ് തന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നാട്ടിലെത്തി. ഈ പറഞ്ഞ 3 മാസം കഴിയുമ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ ഈ കാര്യം പറയാൻ കാരണം, നമ്മുടെ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് ഇന്നിപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കേസാണ്. ഇത് മെയിലായാലും ഫീമെയിലായാലും തത്തുല്യമായിട്ടാണ് കാരണമുള്ളത്. പുതിയ ആൾക്കാർ പറയാറുള്ളത് എന്താണ്, മെയിലിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ മെയിലിനും 30 to 35 കോഴ്സ് മെയിലിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്താണെന്നും എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും എങ്ങനെയാണ് നമുക്കത് പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹസിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. നേരത്തെ പറഞ്ഞ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മളെ പൊതുവെ മെഡിക്കലി ഒരു വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാറുള്ളത് നമ്മളൊരു വർഷക്കാലം തുടർച്ചയായിട്ട് പ്രൊട്ടക്റ്റ് ഇല്ലാതെ, അതായത് സെക്സ് ചെയ്യുകയും യാതൊരുവിധ സുരക്ഷാ മുൻകരുതൽ എടുക്കാതെ നമ്മൾ ബന്ധപ്പെടുകയും അതിനുശേഷം കുട്ടികൾ ഉണ്ടാവാത്ത കേസിന് മാത്രമാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കണ്ടുവരുന്ന ഒരു 30 to 35 അല്ലെങ്കിൽ 40% കേസുകളും ഡയറക്റ്റ് ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ വിശദമായിട്ട് കൗൺസിലിംഗ് ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണ് ഈ പേരിന് മാത്രമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞുള്ളൊരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ 3-4 വർഷം. ഈ പറഞ്ഞ കാലങ്ങളിൽ നിന്നും ഇവർ യാതൊരുവിധ ബന്ധപ്പെടൽ ഉണ്ടായിട്ടുണ്ടാവില്ല, 3-4 മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 12 മാസം തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടും കുട്ടികൾ ഉണ്ടാവാത്ത കേസാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫെർട്ടിലിറ്റിയുടെ സൈൻ ആൻഡ് സിംറ്റംസ് നോക്കാം. നമ്മൾ പുരുഷന്മാരിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ. അതുപോലെ തന്നെ സമൻ്റെ അളവിലുള്ള, സമൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നം. ഈ പറഞ്ഞ കേസുകളിലൊക്കെ തിക്നെസ് കുറവായിരിക്കും. അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയാം, ഡോക്ടർ ഇപ്പം ശുക്ലത്തിന് കട്ടി കുറവാന്ന് പറയും. കൗണ്ട് വെച്ച് സമൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അതിൽ ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് കൗണ്ട് കുറവായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ സമൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഉണ്ടാകുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇറിറ്റൈൽ ഡിസ്ഫങ്ഷൻ, അതുപോലെ സെക്സിനോട് താല്പര്യമില്ലായ്മ വരിക. പിന്നീട് ബോഡി നല്ല ഹീറ്റ് ആയിരിക്കും. കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞ സമയം സൂക്ഷിക്കുന്നത് ഔട്ട്സൈഡ് ബോഡിയിലാണ്, കാരണം ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ബോഡി ചൂടായ ആൾക്കാർക്ക് എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ സെമൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കണ്ടുവരും. ഇതാണ് പുരുഷന്മാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അടയാളങ്ങൾ. സ്ത്രീകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ്, അതായത് കൃത്യമായ രൂപത്തിലല്ലാത്ത ആർത്തവങ്ങൾ. ചില പേഷ്യൻസ് പറയാറുണ്ട് 3-4 മാസമായിട്ടാണ് ഡോക്ടർ എനിക്ക് വരാറുള്ളൂ,
പിന്നെ അത് പണ്ട് മുതലേ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി എങ്ങനെയാണെന്ന് പറയും. നോർമലി ചില ആൾക്കാർക്ക് എന്തായിരിക്കും പിന്നെ കറക്റ്റ് റെഗുലറായിട്ട് വരാറുണ്ട്, പക്ഷെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിലും ഫേസിലും കയ്യിലൊക്കെ നല്ല ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാവും, ഗർഭാശയത്തിൽ മുഴകളുടെ പ്രശ്നം ഉണ്ടാവും, സിവിയർ ആയിട്ടുള്ള ഡിസ്മെനോറിയ എന്ന് പറയുന്നത്, അതായത് സിവിയർ ആയിട്ട് മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ. പിന്നീട് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വൈറ്റ് ഡിസ്ചാർജ്. വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളിൽ കോമൺ ആയിട്ട് നമ്മളിപ്പം ഒരു 30-40% പേഷ്യൻസിനോട് നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇൻഫെർട്ടിലിറ്റിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവുന്ന ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള ന്യൂട്രീഷൻസ് പോലും അവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പം എന്താ സംഭവിക്കുക, ഒരു പ്രഗ്നൻസി ആവാനുള്ള ടെൻഡൻസി ബോഡിയെ നോർമലി റിജക്റ്റ് ചെയ്യും. അത് അബോഷന് കാരണമാവും. ചില കേസുകൾ തുടർച്ചയായിട്ട് അബോഷൻ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 3 to 4 months ആയിട്ട്. കാരണം എന്താ, അവർ സിവിയർ ആയിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരാണ്. വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ട് എന്താവും, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരും. അപ്പോൾ സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫെർട്ടിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോസാണ് വൈറ്റ് ഡിസ്ചാർജ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ബാക്കിയുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോർമൽ ആവുകയും, ഈ പറഞ്ഞ സ്ത്രീകൾ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നത് മാത്രം ചെയ്താൽ മതി, അവരെന്ത് ചെയ്യും, സുഖമായിട്ട് പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ സ്ത്രീകളിലായാലും പുരുഷനിലായാലും മേൽപ്പറഞ്ഞ കാരണങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ രണ്ടാമതുണ്ടാവണം, നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്ഥിരമായിട്ട് വീട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ തുടർച്ചയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവരുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെയായിരിക്കും, എനിക്കെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത നോർമലി അവരുടെ മൈൻഡിൽ വരും. അതിന് കാരണം എന്താണ്, നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം അവരോട് ഇരുത്തി സംസാരിക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക, ഇങ്ങനെ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടി പഠിക്കാൻ പോയതായിരിക്കും. അപ്പോൾ രണ്ടാൾക്കാർക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്പേഴ്സ് എന്തായിരിക്കും, ഇയർലി കൂടുതലായിരിക്കും, 2-3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അവർ പറയും ഇനി കുട്ടികളാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില സമയത്ത് സ്റ്റാർട്ടിങ് ഒക്കെ ഈ പറഞ്ഞ മറ്റേ ഈ പറഞ്ഞ ഗർഭനിരോധിത മെഡിസിൻസ് ഉപയോഗിക്കും. പിൽസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അത് പിന്നീടുള്ള ഗർഭധാരണത്തിന് ചെറിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഞാൻ ഏതെങ്കിലും സമയത്ത് വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇന്നിപ്പോൾ വളരെ ഒരു കോമൺ ആയിക്കൊണ്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഉണ്ട്. ആ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഹോർമോണിലെ പൂർണ്ണമായിട്ട് ചേഞ്ചസ് വരുത്തും. ഇനി ഈ പറഞ്ഞ കാരണങ്ങൾ, നേരത്തെ പറഞ്ഞ കാരണങ്ങൾ നമ്മളിപ്പം സെപ്പറേറ്റ് കൗൺസിൽ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ നിന്ന് പറയും. ഇപ്പം കല്യാണം കഴിഞ്ഞ ഉടനെ റീസെൻ്റ് ആയിട്ടായിരിക്കും, അല്ലെ വളരെ ചുരുങ്ങിയ കാലത്തായിരിക്കും. ഇപ്പോൾ പ്രഗ്നൻറ്റ് ഡെലിവറിക്ക് ശേഷം മാത്രമേ നല്ല ഡീപ്പ് റിലേഷൻ ഉണ്ടാവും. അതുവരെ പല കാര്യങ്ങളും പുറത്ത് പറയാൻ മടിക്കുന്നവരായിരിക്കും, ഇപ്പോൾ മെയിലായാലും ഫീമെയിലായാലും. അപ്പം നമ്മൾ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് പുറത്തിരിക്കാൻ പറയും. അപ്പം മെയിലിനോട് സംസാരിക്കുന്ന സമയത്താണ് അവർ പറയും, ഡോക്ടർ ഇപ്പം ഈ സമന് ശുക്ലത്തിന് വളരെ കട്ടി കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ട്, പിന്നെ ചില സമയത്ത് ഇന്നർ വേസിൽ വൈറ്റ് ഡോട്ടായിട്ട് കാണാറുണ്ട്, അധിക സമയത്തും ക്ഷീണാണ്, പിന്നെ ഈ പറഞ്ഞ പ്രീമച്ചുർ ഇജാക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അവരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ പറയും. അതുപോലെ തന്നെ ഫീമെയിൽ എന്ത് പറയും, ഡോക്ടറെ എനിക്ക് സെക്സിനോട് ഇപ്പോൾ താല്പര്യമില്ല. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് കേൾക്കും, പറയും ഡോക്ടറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് ജനറൽ വീക്ക്നെസ് ആണ്, പൊതുവേ ടയേർഡാണ് ഞാൻ, അതോടൊപ്പം തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ചില കേസ് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും ഡോക്ടറെ പിന്നെ ഹസ്ബൻഡായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു പേടിയാണ്, കാരണം പുള്ളിക്ക് എന്ത് വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ച് ഇതറിയോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ പരമാവധി ബന്ധപ്പെടാതിരിക്കാനാണ് ശ്രമിക്കാറുള്ളതെന്ന് പറയും. അപ്പോൾ അവരോട് ഞാൻ പറയും, ഇത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭർത്താവിന് തെറ്റിദ്ധാരണയല്ലേ വരിക, നിങ്ങളോട് പാർട്ട്ണറോട് താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്നലെ വരും. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവും. അപ്പോൾ അവർ പറയും സോറി ഡോക്ടറെ. അപ്പോൾ അവർ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്സിനോട് താല്പര്യമില്ലായ്മ, ജനറൽ വീക്ക്നെസ്, എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ മെയിലിനും ഫീമെയിലിനും നമ്മൾ എന്താണ് കാരണം എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. ഈ പറഞ്ഞ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ, ഈ പറഞ്ഞ ന്യൂ കപ്പിൾസ് ആയതുകൊണ്ട്, പിന്നെ മേൽ കപ്പിൾസ് ആയതുകൊണ്ട് എന്താണ്, അവർക്ക് ഒരുപാട് ടൈംസ് ഉണ്ട് യാത്ര ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ. ഡെയിലി ഇറഗുലറായിട്ടുള്ള സ്ലീപ്പിംഗ് ടൈം ആയിരിക്കും. അത് മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുകയും, രണ്ടുപേരും ഒരുമിച്ച് ജിമ്മിലേക്ക് പോവാം,
അല്ലെങ്കിൽ ഒരു 1 hour വാക്കിങ്ങോ എന്താണോ ആക്ടിവിറ്റീസ് ഉള്ളത്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കമ്പൽസറി ആണ് ഇതിൽ. കാരണം എന്താണ്, ഈ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, ഹോർമോണൽ ഇംബാലൻസിങ് ഉണ്ടാവും, അത് മെയിലിനായാലും ഫീമെയിലിനായാലും. ഈ പറഞ്ഞ സ്ട്രെസ്സ്, ഈ പറഞ്ഞ കുറച്ച് ഇൻഫെർട്ടിലിറ്റി എന്നുള്ള കേസ് വരുമ്പോൾ തന്നെ എന്താണ്, ഈ വൈഫിൻ്റെതായാലും ഹസ്ബൻഡിൻ്റെതായാലും ഫാമിലി ഭാഗത്ത് നിന്ന് നല്ല ഹൈ പ്രഷറാണ് വരിക. അത് അവർ നോർമൽ ആക്ടിവിറ്റീസിനെ മാറ്റിക്കൊണ്ട് മൂഡ് ചേഞ്ചസ് എന്തായാലും വരുത്തും. അപ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു ബോഡിയുടെ എല്ലാ ഭാഗത്തും സർക്കുലേഷൻ കാര്യങ്ങൾ കൂടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനു വേണ്ടി മാത്രം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് പൂർണ്ണമായിട്ടും എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ മെയിലിന് ഈ പറഞ്ഞ ശുക്ലത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറവാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിൽക്ക് ഷേക്ക്. മിൽക്ക് ഷേക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഡയറ്റ്സ് ആണ്. ഈത്തപ്പഴം, നല്ല ക്വാളിറ്റി ഈത്തപ്പഴം ഒരു 4 എണ്ണവും 1 ഗ്ലാസ് പാലും അതോടൊപ്പം തന്നെ ഒരു 3 വാൽനട്ടും 3 പിസ്തയും ബദാമും ചേർത്ത് ഡെയിലി കഴിക്കുക. പിന്നെയാണ് ഒരു നുള്ള് ചുക്കിൻ്റെ പൊടി ചേർക്കുക. അത് ഇൻഡൈജഷനും പ്രയാസവും ബുദ്ധിമുട്ടും കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലോഞ്ചി ഓയിലാണ്. കലോഞ്ചി ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഒരു 1/2 ടീസ്പൂൺ തേനിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഹോർമോണിക് ഇംബാലൻസിങ് ക്ലിയർ ചെയ്ത് കിട്ടും. അതോടൊപ്പം തന്നെ പൊമഗ്രാനൈറ്റ്, നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് മോർണിംഗ് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പിന്നെ അബ്ഡമൽ ഡിസ്കംഫേർട്ട്, വയറുവേദന, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളും അയൺ ഡെഫിഷ്യൻസിയൊക്കെ പൂർണ്ണമായിട്ടും മോർണിംഗ് അനാർ ഷേക്കിലൂടെ അല്ല അനാർ ജ്യൂസിലൂടെ മാറിക്കിട്ടും. ഈ 2 രൂപവും ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, പീരീഡ്സും നോർമലായി കിട്ടും, സെമൻ്റെ ക്വാളിറ്റിയും കൂടും. ഇത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി 2 രൂപത്തിൽ മെയിലിനും ഫീമെയിലിനും സഹായിക്കും. ഇനി ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കേസുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേഷ്യൻസ്, പിന്നെ ഈ പറഞ്ഞ 11 വർഷമായിട്ടും 15 വർഷമായിട്ടുള്ള കേസുകൾ ഒരുപാട് പേഷ്യൻസിന് ഈ പറഞ്ഞ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുകയും ഈ പറഞ്ഞ യഥാർത്ഥ കാരണത്തെ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പം തന്നെ പ്രഗ്നൻ്റ് ആവാൻ സഹായിക്കും. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.